പിണറായി വിജയന് കേരളത്തിലെ പാർട്ടിയിൽ ബദലില്ല എന്നുള്ളത്. ബദലില്ല. ഇപ്പോൾ BJP-ക്കകത്ത് മോഡി എന്ന് പറയുന്നത് പോലെയാണ് CPM-നകത്ത് പിണറായി. ബദലില്ല നമ്മൾ പറയാൻ കാര്യം എന്താ? 2014 വരെ പിണറായി വിജയന് ബദൽ ഉണ്ടായിരുന്നു. 2014 വരെ VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായി ഇതിനകത്ത് രണ്ട് പക്ഷങ്ങളുണ്ടായിരുന്നു, രണ്ട് പക്ഷത്ത് നിൽക്കാനും ആളുകളുണ്ടായിരുന്നു. എന്നാൽ 2014 ലാവ്ലിൻ കേസ് വന്ന് പിണറായി വിജയനെ കുറ്റമുക്തനാക്കി കൂടി ഫലത്തിൽ അച്യുതാനന്ദൻ അപ്രത്യക്ഷനായി. പിന്നീട് കുറച്ചാളും കൂടെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. എങ്കിലും പൊളിറ്റിക്കലായി പിണറായിക്കെതിരായിട്ടുള്ള സമരം 2014 VS അച്യുതാനന്ദൻ അവസാനിപ്പിച്ചു. മനസ്സിലായി? അതിനെ തുടർന്ന് 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി. അതിനുശേഷം അയാളുടെ ഒരു 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 സ്വാധീനം ഏതാണ്ട് പൂർണ്ണതയിലെത്തിയത് ഈ കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ. അപ്പോൾ അതിൽ നിന്ന് വരുന്ന നിരീക്ഷണം എന്താണ്? പിണറായി വിജയൻ എൻ്റെ കാൽ കീഴിൽ പാർട്ടി വരാനും പിണറായി വിജയൻ അപ്രമാദിയാവാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയന് ബദലില്ല എന്നുള്ളതാണ്. പിണറായി വിജയൻ എതിർക്കുന്ന ഒരു സെക്രട്ടേറിയറ്റിലുണ്ട്, പിണറായി വിജയൻ എതിർക്കുന്ന ഒരു സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്, ജില്ലാ കമ്മിറ്റികളിലും ഏരിയ കമ്മിറ്റികളിലും എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അവർക്കൊക്കെ എതിർക്കുമ്പോൾ അവർക്കുള്ള പ്രശ്നം എന്താ? എതിർത്താൽ ആരുണ്ട് സംരക്ഷിക്കാൻ? നിൽക്കാൻ ആരുണ്ട്? അന്ന് VS ഉണ്ടായിരുന്നപ്പോഴത്തേക്കും ഒരു പാർട്ടി ബ്രാഞ്ച് മെമ്പർ പോലും തെറ്റിനെതിരെ വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കാൻ VS ഉണ്ടായിരുന്നു. മനസ്സിലായി? ഇന്ന് എതിർക്കണമെന്ന ഉള്ള ആർക്കും എതിർക്കുമ്പോഴത്തേക്കും കൂടെ നിൽക്കാൻ ആളില്ല. ഇതാണ് അവരെ ഒരു പ്രതിരോധത്തിലേക്ക്, ഡിഫെൻസീവിലേക്ക് കൊണ്ടുപോയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. അവിടെയാണ് ബദൽ ഉണ്ടായി എന്ന് മാത്രമല്ല, ആ ബദൽ പിണറായി വിജയൻ്റെ തലയ്ക്ക് മുകളിലുള്ളൊരു ബദലായി വന്നിരിക്കുന്നു.